ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഒരു സിമ്പിൾ കറി കേട്ടോ. ഇത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു മത്തൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ടേ. ഈ മത്തനിക്ക് കുറച്ച് കളർ കുറവ് കേട്ടോ. കളർ ഉണ്ടെങ്കിൽ നല്ല കളറായിട്ട് കിട്ടും കേട്ടോ കറി. അപ്പം നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല സിമ്പിൾ കറി കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒക്കെ ചെത്തി കളയുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ചെറുതായിട്ട് ശബ്ദമൊന്നും ശരിയായിട്ട് വരുന്നുണ്ടല്ലോ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കണ്ട, ഇങ്ങനെ ക്യൂബ്സായിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു ചെറിയൊരു കഷ്ണം ഉണ്ടാൽ മതി കേട്ടോ. അടിപൊളി കറി നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒരു 4 പേർക്ക് കൂട്ടി കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കണമെന്നില്ല. അതിനനുസരിച്ചിട്ട് നമുക്ക് മുളക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ നടുവിലേക്ക് കട്ട് ചെയ്തത് പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ കട്ട് ചെയ്തിട്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചതച്ചിട്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച ശേഷം ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇടുക. അതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ. ഉപ്പിട്ട് എടുക്കുക. അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിട്ടോ. നമ്മൾ മത്തന് വേഗം റെഡി ആയിട്ട് കിട്ടും. നമ്മൾ മക്കൾ കഴിക്കാൻ മടി കാണിക്കില്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ അവരെന്തായാലും കഴിക്കും. അത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാൻ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ടേ, ഇതിലേക്ക് ഇട്ടെടുക്കുക. പിന്നെ ഒരു നുള്ള് ജീരകമില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പോഴേക്ക് നമുക്ക് കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടാവും കേട്ടോ. നോക്കാം. കണ്ട, ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറി റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. കണ്ട, നമുക്ക് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് കൊണ്ടുവന്ന് നാളികേര പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല. നമുക്ക് നാളികേരം അരച്ച് കൊണ്ടുവന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടെടുത്ത ശേഷം ആ മിക്സിയിലേക്ക് തന്നെ കുറച്ച് കൂടി വെള്ളം വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. സിമ്പിൾ കറി കേട്ടോ. ഇത് ചപ്പാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി സെയിം ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. കണ്ട, ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് ഭയങ്കര ലൂസ് ഉണ്ടാവില്ല കേട്ടോ. കറി ഒന്ന് കട്ടിയായിട്ട് ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിട്ടാ. കാരണം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നാൽ മതിട്ടാ. ഇത് കുറച്ച് മധുരം ഉണ്ടാവും കേട്ടോ കറിക്ക്. സിമ്പിൾ മത്തൻ കറി കേട്ടോ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. കണ്ട, ഇത്രയല്ല കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കാച്ചി വയ്ക്കാം കേട്ടോ. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ചുവന്നമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ടെടുക്കുക കേട്ടോ. താല്പര്യമുള്ള ആൾക്കാർക്ക് ചെറിയുള്ളി കാച്ചി വയ്ക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ചെറിയുള്ളി കാച്ചണതില്ല. ഇനി ഇതിലേക്ക് ഒരു നുള്ളിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷമാണ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കുക. നമ്മൾ ആ വെളിച്ചെണ്ണ എന്തെങ്കിലും ചൂടായിട്ടുണ്ടാവില്ല, നമ്മൾ കറിയിലേക്ക് ഇട്ടെടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം മൂടി വയ്ക്കുക. മൂടി വെച്ച ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് സെർവ് ചെയ്യുക കേട്ടോ. അടിപൊളി കറിയാണ്. ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു പപ്പടം അല്ലെങ്കിൽ മാന്തൽ ഉണ്ടാവില്ലേ, മീൻ വറുത്തതോ ഇങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. കറക്റ്റ് പാകട്ടോ. ഉപ്പും എരിവും എല്ലാം പാകമായിട്ടുണ്ട്. ഇത്തിരി ഇല്ലട്ടോ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.